ആണെങ്കിൽ ഇപ്പം ഇത്രയും വലിയ ഡൗൺ കമർ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 5 പമ്പാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പമ്പ് പ്രവർത്തിക്കുമ്പോൾ ആ പമ്പ് പിന്നെ ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കുന്നത് നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഒരു സ്ഥലത്ത് ചൂട് ഹീറ്റ് ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒരു 30 ഡിഗ്രിയോ അല്ലെങ്കിൽ 40 അതിനിടയ്ക്കൊക്കെ ആയിരിക്കും, അതിന് താഴോട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ ഒരു 58-60 മേലോട്ട് വന്നു കഴിഞ്ഞാൽ ആ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ആ ബൾബ് പൊട്ടിയിട്ട് ഓട്ടോമാറ്റിക് വെള്ളം ചീറ്റും. വെള്ളം ചീറ്റിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ പ്രഷർ കയറ്റി നിർത്തിയിരിക്കുന്നു. അവിടെ കാണിക്കാം മീറ്റർ ഒരു 30 ബാർ, പലയിടത്തും വ്യത്യസ്തമായിരിക്കും. അപ്പം ഇത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി, പ്രഷർ കയറ്റി വെച്ചിരിക്കുന്നതാണ്. ആ പ്രഷർ ലോ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പമ്പ് പ്രവർത്തിക്കും. അതാണ് സിസ്റ്റം. അപ്പോൾ ഓട്ടോമാറ്റിക് ആദ്യം ചെറിയ പമ്പ് ഉണ്ടായിരിക്കും, ജോക്കി പമ്പ് എന്ന് പറയുന്നത് ചെറിയ പമ്പുണ്ടാകും. ആ പമ്പ് ഇപ്പോൾ കൂടുതലായിട്ട് ഹൂജായിട്ട് ഇങ്ങനെ വെള്ളം വേണ്ടി വരികയാണെങ്കിൽ അടുത്ത പമ്പ് വലിയ പമ്പ് പ്രവർത്തിക്കും. അപ്പോൾ ഭയങ്കര പ്രഷറായിരിക്കും, ഇന്ന് പിടിച്ചാൽ നിൽക്കത്തില്ലാത്ത കേസാണ്. ഭയങ്കര പമ്പാണ് ഇവിടെ ഇരിക്കുന്ന പമ്പ്. ഓരോ സ്ഥലത്തും ആ ബിൽഡിങ്ങിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ ഏരിയയുടെ അനുസരിച്ച് ഹൈറ്റിൻ്റെ അനുസരിച്ച് അങ്ങനെ ഓരോന്നോരോന്നായിരിക്കും ചെയ്യുന്നത്. സാധാരണ ഒരു ബിൽഡിങ്ങിലൊക്കെ എന്ന് പറയുമ്പോൾ ഡൗൺ കമർ സിസ്റ്റം ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ മോക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ലൈറ്റ് പോലെ ഇരിക്കുന്നത്. അതിങ്ങനെ ഒരു മിനിറ്റിൽ 1 മിന്നും അത് നോക്കി അത് വർക്കിംഗ് ആണോ എന്ന് നോക്കാനായിട്ട് ഒരു മിനിറ്റിൽ എന്തെങ്കിലും സൂക്ഷിച്ച് ചെറിയൊരു മിന്നലേ കാണും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫയർ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാകുന്ന സ്മോക്കാണ്. അപ്പോൾ ആ സ്മോക്കിനെ സെൻസ് ചെയ്തിട്ട് അവനൊരു മുന്നറിയിപ്പ് വരും, അലാറം മുഴങ്ങും. തീ പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, നിങ്ങൾ അലർട്ടായിട്ടിരിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, എവിടെയാണെന്ന് നോക്കിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് അത്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മോക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്ന സാധനം വെക്കുന്നത്. അപ്പോൾ അത് സ്മോക്കായിട്ടുണ്ടെങ്കിൽ ഉടനെ അവൻ സെൻസ് ചെയ്തിട്ട് ഉടനെ അലാറം മുഴങ്ങും. അപ്പോൾ നമ്മൾ അന്നേരം അവിടെ ആരുമില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഹീറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കാണ് ഈ 60-ലൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ ബൾബ് പൊട്ടുന്നത്. അന്നേരം അത് പൊട്ടിയിട്ട് ലൈനിൽ വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാട്ടർ കട്ടറില്ല, ബാക്കിയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇത്രയും പിന്നെ 30 മീറ്ററിന് മേലോട്ട് വരുന്ന ബിൽഡിങ്ങൾക്ക് ഹെലിപ്പാഡുണ്ട്. അതായത് നമുക്കൊരു ആൾക്കാരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഹെലികോപ്റ്റർ വന്ന് നിന്നിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫുട്ബോളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് നമ്മുടെ ഈ സമ്പ് ടാങ്ക് എന്ന് പറയുന്നത്, സമ്പ് ടാങ്ക് എപ്പോഴും അത് സമ്പ് ടാങ്കിൻ്റെ ബോട്ടം വരുന്നത് ഈ പമ്പിൻ്റെ ലെവലായിരുന്നു. ബോട്ടം ഇതിപ്പം സമ്പ് താഴത്തും അവിടെ നിന്ന് വലിച്ചെടുക്കുമായിരുന്നു. ഇതുകൊണ്ടുള്ള പിന്നെ നമുക്ക് ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വുഡ് കംപ്ലൈൻറ്റ് ഉണ്ടാവും. വെള്ളം എടുക്കാനുള്ള ഒരു താമസം വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഇപ്പോൾ അതൊരു പുതിയ മോഡലാക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വുഡ് ഇല്ല, നമുക്ക് ഓട്ടോമാറ്റിക് ഫ്ലെയിം ആയിട്ട് പമ്പിലോട്ട് വന്ന് ഗ്രാവിറ്റി പവറിൽ തന്നെ വന്ന് ടാങ്കിൽ പിന്നെ പമ്പിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫ്ലെയിമാകുന്നൊരു വിഷയമില്ല. കാരണം അറിയാലോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പമ്പ് ഇതുപോലെ പോയി കഴിയുമ്പോൾ ഇത് വെള്ളം പിടിക്കാതിരിക്കില്ല. അതേപോലെ തന്നെയാണ് ഇതിലും അങ്ങനെ വരും, മിക്കവാറും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഒരു പുതിയ ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പോസിറ്റീവ് സെക്ഷൻ എന്ന് പറയും. അതായത് ടാങ്ക് മേളിലോട്ടും പമ്പ് താഴെ നിൽക്കും. അപ്പം ഗ്രാവിറ്റി പവറിൽ എപ്പോഴും വെള്ളം ഇങ്ങനെ ഇടിച്ച് കയറി നിൽക്കും. ഒരിക്കലും അവിടെ ഫ്രെയിം ചെയ്യുന്ന കേസ് വരുന്നില്ല. ഫ്രെയിമാണ്, ഫുൾ ഫ്രെയിമിലാണ് നിൽക്കും. അതാണ് അതിൻ്റെ. അപ്പോൾ ഒരിക്കലും എപ്പം നോക്കിയാലും അടിച്ച വെള്ളം കിട്ടും. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പം ആ പോസിറ്റീവ് സെക്ഷൻ അല്ല, അതിപ്പം 2 ലക്ഷം ടാങ്കാണ്, 2 ലക്ഷം ലിറ്റർ വെള്ളമാണ് അതിൻ്റെ ടാങ്കിനകത്തുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ജോക്കി പമ്പ് പറയുന്നത് ഇതിനെ സ്പ്രിംഗ്ലറിന് സെപ്പറേറ്റാണ് സ്പ്രിംഗ്ലറിൽ പോകുന്നത്. ഇതിൽ ഇത്ര ഒത്തിരി സ്പ്രിംഗ്ലർ ഉള്ളതുകൊണ്ട് ഏരിയ ഇത്ര വരുന്നതുകൊണ്ട് അതിന് പിന്നെ സ്പ്രിംഗ്ലറിന് പമ്പ് തന്നെ വേണം. അപ്പോൾ ആ സ്പ്രിംഗ്ലർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പ്രഷർ കയറി നിൽക്കുന്നത്. അതുതന്നെ പ്രഷർ കയറി ഇത് നമ്മൾ എവിടെയെങ്കിലും തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ഡൗൺ ആവും. അതിന് നമുക്ക് കാണിക്കാം.
ഡൗണായുണ്ടോ? അതിങ്ങനെ ലൈനിൽ പമ്പ് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡൗൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പമ്പ് സ്റ്റാർട്ടാവും. കുറച്ചും കൂടി നമ്മൾ ഇതായി കഴിഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ വേണ്ടി വരുമ്പോൾ ഈ സ്റ്റാൻഡ് ബൈ മെയിൻ പമ്പ് വർക്കാവും. അപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ ലൈൻ കണ്ടോ? ഈ ലൈനിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ ഇത് കൂട്ടി വെക്കുക, കൂട്ടിയിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കണം വെള്ളം വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. ഇങ്ങനെ ഇരിക്കണം ഓപ്പൺ. ഈ ലൈനിൻ്റെ നേരെ ഇരിക്കണം. ഇത് കണ്ടോ? ഇതായാലും തുറന്നിരിക്കുന്ന ഈ സാധനം നമ്മൾ വെക്കുന്നത് ഈ പമ്പ് പ്രവർത്തിക്കുമ്പോൾ ഭയങ്കര ഫോഴ്സാണ്. ആ ഫോഴ്സിന് ടക്കോങ്ങനെ ഇടിക്കുക. ഇത് നമ്മുടെ ഭയങ്കര ഒരു ഇടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എയർ പ്രഷർ മാറ്റം എന്ന് പറയുന്ന സാധനം പറ്റിയിരിക്കുന്നത്. പിന്നെ അത് വേറൊരു ഗുണമുണ്ട്. നമുക്കിതിൻ്റെ ഓപ്പറേഷനൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ പ്രഷർ ലോസ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കും. ഇതിനുമായിട്ട് സെപ്പറേറ്റ് ചെയ്താണ് 2 എയർ പ്രഷർ. തൊട്ടടുത്തിട്ടുള്ള ഒരു ബിൽഡിങ്ങിനെ ഉപയോഗിക്കാം. അപ്പോൾ അത് ഫയർ ബ്രിഗേഡ് വന്നിട്ട് കണക്ട് ചെയ്ത് ആ വെള്ളം എടുക്കും. അത് എടുക്കാനുള്ള അധികാരമുണ്ട്. അതിന് എടുക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ അപ്പം അത് അതുപോലെ തന്നെ തിരിച്ചും കൊടുക്കാം. നമ്മുടെ ഫയർ ബ്രിഗേഡിൻ്റെ പിന്നെ വണ്ടിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇല്ലറ്റും ഉണ്ട്, ഔട്ട്ലെറ്റും ഉണ്ട്. ഓക്കെ. ഓട്ടോ അല്ല, ഓട്ടോ ഇല്ല. ഒന്നിൽ നിൽക്കുകയാണെങ്കിലും ഇപ്പോൾ ഈ 7 ഇനങ്ങളല്ലേ ഓട്ടോ ഇതല്ലേ ഓട്ടോ ഇത് ഓട്ടോ അല്ലേ? 7 ഇട്ടിരിക്കുന്ന ഓട്ടോ. M1 ഇടുന്നത് മാനുവലാണ്. ഇതിപ്പോ ഓഫാണോ? ഇപ്പോൾ വെച്ചിരിക്കുന്ന ഓഫ് ആയിട്ടാണോ? ഇപ്പോൾ ഓഫായിട്ട് ഇതാ ഓട്ടോ. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോയിൽ വർക്കാവും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ലൈൻ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സാറേ എന്നാ താങ്ങുമല്ലോ. ബ്രാഞ്ച് കാണും. പിന്നെ ഇതാണ് ഹോസ് ലോസ്. സാർ ഈ ബിൽഡിംഗ് മാത്രമേ ഇത് ഇതുപോലെ കോർണർ എല്ലായിടത്തും കാണും. എല്ലായിടത്തും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിത് ഏരിയ ബേസ് ചെയ്തായിരിക്കും. ഒരു ഫ്ലോറിൽ 1000 m² വരുന്നെങ്കിൽ, അതായത് 10000 m² മേലെ വരികയാണെങ്കിൽ ഒരെണ്ണം എന്നുള്ളത്. ഇപ്പോൾ ഇത്ര ഏരിയ വരണമെന്ന് അങ്ങനെയാണ് പറഞ്ഞത്. 1000 m² എന്ന് പറഞ്ഞാൽ 1000 m² എന്ന് പറഞ്ഞാൽ 10000 സ്ക്വയർ ഫീറ്റ്. അതിന് ഒരെണ്ണം ആയിരിക്കും, ഒരെണ്ണം വേണം.
ഫോം മേക്കിംഗ് ബ്രാഞ്ച് വൈപ്പ് എന്ന അതിന്റെ പേര്. ഫോം മേക്കിംഗ് ബ്രാഞ്ച് വൈപ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇത് സംഭവം. നമ്മൾ നോക്കാം ഇത്. അത് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിനും അങ്ങനെയുണ്ട്, നമുക്ക് തരം തിരിച്ചറിയാൻ പറ്റും. അതായത് 3 തരം എക്സ്റ്റിംഗ്വിഷറുണ്ട്. ഡ്രൈ പൗഡറുണ്ട്, പിന്നെ ഫോമുണ്ട്, വാട്ടറുണ്ട്. അപ്പോൾ ഈ വാട്ടറിനെ എല്ലാം നമുക്ക് അറിയാനായിട്ട് അതിലൊരു സിമ്പിളുണ്ട്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിഗ്നൽ നമുക്കറിയാം. ABC എഴുതിയിട്ടുണ്ടാവും. അല്ല, ABC അല്ല, അതിൻ്റെ ഡിസ്ചാർജ് ട്യൂബിന് ഇതേപോലത്തെ ഷേപ്പ് ഉണ്ടെങ്കിൽ അത് ഫോം ആയിരിക്കും എന്ന് മനസ്സിലായി. അതിൻ്റെ ഡിസ്ചാർജ് ട്യൂബിൽ ഇതുപോലത്തെ ഈ നോസിലാണ് ഇരിക്കണമെങ്കിൽ, ഇങ്ങനത്തെ ഒരു ചെറിയ കുഞ്ഞ് നോസിലാണ് ഇരിക്കണമെങ്കിൽ വാട്ടറാണെന്ന് മനസ്സിലായി. സാധാരണ അല്ലാതെ ഡിസ്ചാർജ് ട്യൂബ് ഇങ്ങനെ റൗണ്ടിലിരിക്കുന്ന മറ്റേ ഇതാണെങ്കിൽ ഇതുപോലത്തെ റൗണ്ട് ഡിസ്ചാർജ് ട്യൂബാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഡ്രൈ പൗഡർ ആയിരിക്കും. പിന്നെ മറ്റേ CO2 ഉണ്ട്. CO2 ആണെങ്കിൽ CO2 ആണെങ്കിൽ അതിന് ഫോൺ ടൈപ്പ് ആയിരിക്കും. അതായത് നമ്മളൊരു ചോർപ്പ പോലെ ഇരിക്കുന്ന ഫോണായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പം നമുക്ക് ഇത് വായിക്കാതെ തന്നെ മനസ്സിലാക്കാം ഏതൊക്കെ തരം എക്സ്റ്റിംഗ്വിഷറാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇതെല്ലാം അത് പറഞ്ഞു തന്നത്, എക്സ്റ്റിംഗ്വിഷറിനെ കുറിച്ച് പറഞ്ഞത്. എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ വേറെ ഡിഫറൻ്റ് ആണ്, അത് പറയാം. എന്നാലും പെട്ടെന്ന് നമുക്ക് ഒരു എക്സ്റ്റിംഗ്വിഷർ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് ഇന്ന എക്സ്റ്റിംഗ്വിഷറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? അതിൻ്റെ ഡിസ്ചാർജ് ട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫോണാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും, ഇതുപോലെ FMBP ആണെങ്കിൽ ഫോം ആയിരിക്കും, നോസിലാണെങ്കിൽ വാട്ടർ ആയിരിക്കും. പിന്നെ നേരെ ഇതേപോലെ റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ആണെങ്കിൽ DCP പൗഡർ ആയിരിക്കും. 4 ടൈപ്പും മനസ്സിലായില്ലേ? അതാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിപ്പാഡിൽ ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലിക്വിഡ് ഫയറിന് ഉപയോഗിക്കുന്ന ഫോം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫയർ എന്ന് പറയാൻ ലിക്വിഡ് ഫയറാണ്. അപ്പോൾ അവിടെ ഫോം അടിക്കുകയെ രക്ഷയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഇത് വെച്ചിരിക്കുന്നത്. 2 സൈഡിലും ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ നിയമം. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോമും വെള്ളം ഇവിടെ ഓൾറെഡി ലൈനിൽ നമുക്ക് വെള്ളമുണ്ട്. ഫോം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഫോമിൻ്റെ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഈ പിക്കപ്പ് ട്യൂബ് എന്ന് പറയുന്നത് ഈ സാധനം അതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഇതിൻ്റെ പ്രഷർ കൊണ്ട് അതൊരു വിഞ്ചുരിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും, അത് ഉപയോഗിച്ചിട്ട് ഇവൻ വലിച്ചെടുക്കും ഓട്ടോമാറ്റിക്. വലിയ